എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു പായസമാണ്. വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. സദ്യക്കൊക്കെ വേണ്ടിയിട്ട് കുക്കറിൽ രുചി ഒട്ടും കുറയാതെ തയ്യാറാക്കിയെടുക്കാവുന്ന ഈ ഒരു പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു അരിപ്പായസം തയ്യാറാക്കാനായിട്ട് പ്രധാനമായി നമുക്ക് വേണ്ടത് ഉണക്കലരിയാണ്. മാർക്കറ്റിൽ ഇതിന് പായസം അരി എന്നും പറയും. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ഉണക്കലരി എടുത്തിരിക്കുന്നത്. ഈ അരി നമുക്ക് 1-2 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. എളുപ്പത്തിനായിട്ട് നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇത് നമുക്കിതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പായസത്തിന് നല്ല സ്വാദ് കിട്ടാനായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ അരി ഒന്ന് വേവിച്ചെടുക്കുന്നത്. ഈ പായസത്തിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും 3 കപ്പ് 3-ാം പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർക്കാം. തേങ്ങാപ്പാലിന് പകരമായിട്ട് 3 കപ്പ് അളവിൽ വെള്ളം ചേർത്തും നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു മീഡിയം തീയിൽ 4-5 വിസിലടിച്ച് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കുക്കറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചും നമ്മൾ എടുക്കുന്ന അരിയുടെ വേവ് അനുസരിച്ചും അടിക്കേണ്ട വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവാം. അരി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പായസത്തിലേക്ക് വേണ്ട ശർക്കരയൊന്ന് ഒരുക്കിയെടുക്കാം. 1 കപ്പ് അരിക്ക് വേണ്ടി ഞാനിവിടെ 350 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവിൽ ശർക്കര ചേർത്താൽ പായസത്തിന് അത്യാവശ്യം മധുരം ഉണ്ടാവും. കൂടുതൽ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 400 ഗ്രാം വരെ ശർക്കര എടുക്കാവുന്നതാണ്. ഈ ശർക്കര നമുക്കൊന്ന് പൊടിച്ചെടുത്ത ശേഷം ഉരുക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് ഈ ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം. ശർക്കര നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടിയാൽ ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലെ അഴുക്കും പൊടിയെല്ലാം ഒന്ന് ഒഴിവാക്കി കിട്ടാനായിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നേന്ത്രപ്പഴമാണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴത്തിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പഴം ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് പഴത്തിൻ്റെ കളറെല്ലാം മാറി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും വരെ 4-5 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ പായസത്തിന് ഒരു സ്പെഷ്യൽ സ്വാദ് കിട്ടാനാണ് ഇതുപോലെ പഴം ചേർക്കുന്നത്. അതുകൊണ്ട് പഴമെടുക്കുമ്പോൾ നന്നായി പഴുത്ത് നല്ല മധുരമുള്ള പഴം വേണം ഇതിലേക്ക് എടുക്കാനായിട്ട്. പഴമെല്ലാം നന്നായിട്ട് സോഫ്റ്റായി ഇതുപോലെ കളറെല്ലാം ഒന്ന് മാറിക്കിട്ടി കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ പാത്രത്തിലേക്ക് നമുക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ 5-6 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ തേങ്ങക്കൊത്ത് ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഈ തേങ്ങക്കൊത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങക്കൊത്തിൻ്റെ കളറെല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിനോടൊപ്പം തന്നെ നമുക്ക് 10-12 കാഷ്യൂ നട്ട്സ് കൂടി ചേർത്തിട്ട് അതുകൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങക്കൊത്തും കാഷ്യൂ നട്ട്സും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കർ ഇവിടെ 5 വിസിലടിച്ച് പ്രഷറെല്ലാം പോയി ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ അരി ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അരി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ ശർക്കര പാനി ചേർക്കാൻ പാടുള്ളൂ. അരി ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പായസം തയ്യാറാക്കാനായി തുടങ്ങാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചുവട് കട്ടിയുള്ള ഒരു ഉരുളയിലാണ് നമ്മൾ പായസം തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി മാറ്റി വെച്ചിരുന്ന ശർക്കര പാനി ഒഴിച്ചിട്ട് തീയൊന്ന് കൂട്ടി വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര പാനി ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ചോറെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് കട്ട കൂടിയാണ് ഇരിക്കുന്നത്. ചോറ് ചേർത്ത ശേഷം തവി ഉപയോഗിച്ച് നമുക്ക് ഈ ചോറിലെ കട്ടകളെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചുകൂടി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു മീഡിയം തീയിൽ വെച്ച് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ സാധാരണ ശർക്കര പായസം തയ്യാറാക്കുന്ന പോലെ ഒരുപാട് സമയം ഇളക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിൽ ചേർത്ത ശർക്കരപ്പാനിയെല്ലാം കുറച്ചൊന്ന് വറ്റി ചോറിലേക്ക് മധുരമെല്ലാം ഒന്ന് പിടിച്ചു കിട്ടും വരെ ഒരു 10-15 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഈ സമയം ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 3-4 ഏലക്കായ ഒന്ന് ചതച്ചെടുത്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ പായസത്തിന് നല്ല സ്വാദും കൊഴുപ്പും കിട്ടാനായിട്ട് ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചവരി 1 മണിക്കൂർ ഒന്ന് കുതിർത്തെടുത്ത ശേഷം ചേർക്കുന്നുണ്ട്. ചവരി ചേർത്തിട്ട് പായസത്തിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ 10-15 മിനിറ്റിൽ വെന്ത് കിട്ടുന്ന ചെറിയ ചവരി ആയതുകൊണ്ടാണ് ഈ സമയം ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിന് പകരം വലിയ ചവരിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അരി വേവിക്കുന്ന സമയത്ത്
അതുകൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരുമിച്ചൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാനിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനിയിലെ വെള്ളമെല്ലാം വറ്റി മധുരമെല്ലാം ചോറിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് നമുക്ക് 2 കപ്പ് അളവിൽ തേങ്ങയുടെ 2ാം പാല് ചേർക്കാം. 2ാം പാല് ചേർത്തിട്ട് പായസത്തിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത 2ാം പാല് ഏകദേശം പകുതിയോളം വറ്റി ഈ പായസം ഒന്ന് കുറുകി കിട്ടും വരെ മീഡിയം തീയിൽ വെച്ച് തന്നെ നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം നെയ്യിൽ വറുത്തെടുത്ത് അരച്ചു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർക്കാം. ഇതുകൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പായസത്തിന് ഒരു സ്പെഷ്യൽ സ്വാദ് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് ചേർത്ത് തന്നെ പായസം തയ്യാറാക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. നേന്ത്രപ്പഴത്തിൻ്റെ ഈ ഒരു പേസ്റ്റ് ചേർത്തിട്ട് പായസത്തിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ പായസം ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കിത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ ചേർത്ത തേങ്ങാപ്പാലും നേന്ത്രപ്പഴവും എല്ലാം പായസത്തിലേക്ക് നന്നായിട്ട് ചേർന്ന് പായസം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് അളവിൽ തേങ്ങയുടെ 1ാം പാല് ചേർക്കാം. 1ാം പാല് ചേർത്തിട്ട് പായസത്തിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1ാം പാല് ചേർക്കുമ്പോൾ അളവിൽ അല്പം കുറഞ്ഞാലും അധികം വെള്ളം ചേർക്കാതെ തയ്യാറാക്കിയെടുത്ത നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർക്കാനായിട്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് 3-4 ഏലക്ക ചതച്ചതും ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ഈ സമയം ചേർക്കാവുന്നതാണ്. നമ്മൾ ചേർത്ത തേങ്ങാപ്പാൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം അവസാനമായിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സദ്യക്കൊക്കെ വേണ്ടിയിട്ട് ഇലയിൽ ഒഴിച്ച് കഴിക്കാൻ പാകത്തിനാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ പായസം ഒന്ന് കുറുകി വരുന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളമോ അല്ലെങ്കിൽ ചൂടായ തേങ്ങാപ്പാലോ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാധാരണ ശർക്കര പായസങ്ങൾക്ക് വേണ്ട അത്രയും സമയം ചിലവഴിക്കാതെ എന്നാൽ അതേ രുചിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു അരി പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്